ഹായ് നമസ്കാരം എല്ലാവർക്കും ബുക്ക് ട്യൂബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ SSLC വാല്യുവേഷനുമായി സംബന്ധിച്ച കുറച്ച് വിവരങ്ങൾ നിങ്ങളെ അറിയിക്കാനാണ് ഈ വീഡിയോ. ഒരുപാട് കൂട്ടുകാർ ചോദിക്കുന്നുണ്ട് SSLC വാല്യുവേഷൻ എങ്ങനെയാണ്, അത് ലിബറലായിരിക്കുമോ, എങ്ങനെയാണ് അതിന് മാർക്ക് ഇടുന്നത്, ടീച്ചേഴ്സ് എവിടെയുള്ളവരായിരിക്കും നമ്മുടെ പേപ്പർ നോക്കുന്നത്, അങ്ങനെ ഒട്ടനവധി സംശയങ്ങൾ നമ്മുടെ SSLC എഴുതുന്ന മക്കൾക്കുണ്ടായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊരു വീഡിയോ ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്കിത് ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ആദ്യം പറയാം എങ്ങനെയാണ് ഈ പേപ്പർ വാല്യുവേഷൻ നടക്കുന്നത് എന്ന് പറയാം. ആദ്യം നമ്മൾ SSLC പരീക്ഷ ഓരോ ദിവസവും SSLC പരീക്ഷ എഴുതുന്നത് ഇത് ഒരു ടീച്ചറിനെ അതിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ആ ടീച്ചർ സീലടിച്ച് നിങ്ങളുടെ സ്കൂളിൽ നിന്നും വിദ്യാഭ്യാസ ഓഫീസിലേക്ക് പോസ്റ്റ് ഓഫീസ് വഴി അയക്കുന്നു. അത് വളരെ സീൽ ചെയ്തിട്ട് രജിസ്റ്റേർഡ് ആയിട്ടൊക്കെയാണ്, വളരെ സെക്യൂരിറ്റിയോട് കൂടിയാണ് ഈ പേപ്പർ പോകുന്നത്. ഇത് വിദ്യാഭ്യാസ ഓഫീസിൽ ഇത് കളക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാ പരീക്ഷ തീരുന്നത് വരെയും ഇത് ഈ ഓഫീസിലേക്ക് അന്നത്തെ പേപ്പറുകൾ അവരിങ്ങനെ അയച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ വാല്യുവേഷൻ ചെയ്യാനുള്ള പേപ്പർ നമ്മൾ ഓരോ സെൻറ്ററിലോട്ട് പിന്നെ കൊണ്ടുപോകുന്നു. അതായത് ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരത്തുള്ള പേപ്പർ അല്ലെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലെ പേപ്പർ ഈ ജില്ലയിലായിരിക്കില്ല നോക്കുന്നത്, അത് കോഴിക്കോട് അങ്ങനെ വേറെ സ്ഥലത്തായിരിക്കും നോക്കുന്നത്. അപ്പോൾ അവിടെ കുറേ ഉത്തരവാദപ്പെട്ട ടീച്ചേഴ്സ് കാണും. അവർക്കൊരു വാല്യുവേഷൻ ക്യാമ്പ് ഉണ്ടാവും ഒരു സ്കൂളിൽ. അപ്പോൾ അങ്ങനെ വച്ചിട്ടാണ് പേപ്പർ വാല്യുവേഷൻ നടത്തുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് തരത്തിലുള്ള പേപ്പറാണ് നോക്കുന്നത്. ഒന്നാമതായിട്ട് 40 മാർക്കിൻ്റെ എക്സാമുകളുണ്ട് നമുക്ക്. അപ്പോൾ അതിൽ ഒരു ടീച്ചർ നോക്കുന്ന പേപ്പറുകളുടെ എണ്ണം എന്ന് പറയുന്നത് 36 പേപ്പറാണ് ഒരു ദിവസം ആ ടീച്ചർ നോക്കാനുള്ളത്. രണ്ടാമത് 80 മാർക്കിൻ്റെ എക്സാമുകളാണ്. അപ്പോൾ ആ 80 മാർക്കിൻ്റെ എക്സാമിന് വേണ്ട ഒരു ദിവസം ഒരു ടീച്ചർ നോക്കുന്ന പേപ്പറുകളുടെ എണ്ണം എന്ന് പറയുന്ന 24 പേപ്പറുകളാണ് ഒരു ദിവസം വാല്യുവേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ടെൻഷൻ ഉണ്ടാവും, നമ്മുടെ പേപ്പർ ഇപ്പോൾ ആരായിരിക്കും നോക്കുന്നത്, നമുക്ക് പരിചയമുള്ള ടീച്ചേഴ്സ് ആയിരിക്കും? ഒരിക്കലും ആയിരിക്കില്ല. നിങ്ങൾ അങ്ങനെ ആണെങ്കിൽ തന്നെയും നമുക്ക് അറിയാൻ പറ്റില്ല. കാരണം നമ്മുടെ പേരോ ഒന്നും അതിനകത്തില്ല, നമ്മുടെ വെറും രജിസ്റ്റർ നമ്പർ മാത്രമാണുള്ളത്. അതെന്ന് വെച്ചിട്ട് നമുക്ക് വേറൊരു വളരെ സെക്യൂരിറ്റിയോട് കൂടിയാണ് ഇപ്പോഴത്തെ പേപ്പർ സിസ്റ്റം കൊണ്ടുപോകുന്നതും വാല്യുവേഷൻ ചെയ്യുന്നതും. വാല്യുവേഷൻ ക്യാമ്പിലും അത് ചെക്ക് ചെയ്യാനുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അത്തരത്തിൽ സ്ട്രിക്റ്റ് ആയിട്ടാണ് ഇതിൻ്റെ വാല്യുവേഷൻ നടക്കാറുള്ളത്. അപ്പോൾ ഇത് ലിബറലായിരിക്കും എന്നൊക്കെ ഒരുപാട് പിന്നെ ഈ പേപ്പർ നോക്കുന്നത് അങ്ങനെ ഇതിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ പേപ്പർ വാല്യുവേഷൻ നടക്കുന്നത്. പിന്നെ അവർക്ക് ടീച്ചേഴ്സ്മാർക്ക് കൃത്യമായിട്ട് ഈ വാല്യുവേഷൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ആൻസർ കീ അവർ നൽകിയിട്ടുണ്ടാവും. ആ ആൻസർ കീയിൽ ഉൾപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ പേപ്പറിലുണ്ടെങ്കിൽ അവർ എന്ന് വെച്ചാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻസ് എന്തായാലും നമ്മൾ അതിനകത്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവർ മാർക്ക് തരും. അതോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം 5 മാർക്കിൻ്റെ അല്ലെങ്കിൽ 8 മാർക്ക് 2 മാർക്കിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ എഴുതുമ്പോൾ നമുക്കൊരു പോയിൻ്റ് ഉണ്ടാകും ഒരു ആൻസറിന്. ആ പോയിൻ്റ് എന്തെങ്കിലും നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ടീച്ചേഴ്സ് മാർക്ക് തരും. വളരെ സ്ട്രിക്റ്റായിട്ടൊന്നല്ല ടീച്ചർമാർ നോക്കുന്നത്, വളരെ സ്ട്രിക്റ്റായിട്ട് നോക്കുന്ന ടീച്ചേഴ്സും ഉണ്ട് കേട്ടോ, ഇല്ലെന്ന് പറയുന്നില്ല. അതൊക്കെ നമ്മുടെ ഭാഗ്യവും ടീച്ചേഴ്സിൻ്റെ മാനസികാവസ്ഥയൊക്കെ അനുസരിച്ചിരിക്കും. എന്നാലും ഒരുവിധമുള്ള ടീച്ചേഴ്സ്മാരെല്ലാം ഫ്രഷായിട്ട് വന്നിരുന്ന് പേപ്പർ നോക്കുമ്പോൾ തൻ്റെ മുന്നിലിരിക്കുന്ന പേപ്പറിലുള്ള കുട്ടി എഴുതിയിരിക്കുന്ന കുട്ടി ജയിക്കണം അല്ലെ പാസ്സായണം എന്ന ചിന്തയോടുകൂടി തന്നെയായിരിക്കും ആ പേപ്പർ വാല്യൂ ചെയ്യുന്നത്. എങ്ങനെയെങ്കിലും നിങ്ങൾക്കൊരു മാർക്ക് ഇട്ട് തരാൻ മാത്രമേ അവർ നോക്കാറുള്ളൂ. അപ്പോൾ പിന്നെ ചില ടീച്ചേഴ്സ് ഭയങ്കര സ്ട്രിക്റ്റായ ടീച്ചേഴ്സ് ഉണ്ടാവും. അവർ ഓരോ ഇങ്ങനെ അളന്ന് മുറിച്ചൊക്കെ നോക്കി ഒക്കെ നോക്കുന്ന ടീച്ചർമാരുണ്ട്. പിന്നെ അത് ഓരോ ദിവസത്തെ അവരുടെ മാനസികാവസ്ഥ, ചില ടീച്ചർമാർ ഭയങ്കര ടെൻഷനിലാണ് എന്നുണ്ടെങ്കിൽ അവർ പേപ്പർ നോക്കുന്നതിൽ നമുക്കത് പ്രതിഫലിപ്പിക്കും. അപ്പം നമ്മുടെ ഒരു ഭാഗ്യവും എല്ലാം കൂടി അതിലടങ്ങിയിരിക്കുന്നു എന്നതാണ് സത്യം. അപ്പോൾ എന്തായാലും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആൻസർ കീയിൽ അതേപോലെ എഴുതണം എന്നൊന്നുമില്ല. ആ ഒരു വിധമൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടീച്ചേഴ്സ് മാർക്ക് കിട്ടും എന്ന്. പിന്നെ ഒരു കരുതി ഗവൺമെൻറ് പറയുന്നത് നിങ്ങൾ ലിബറലായിട്ട് നോക്കി കൊടുക്കണമെന്ന് ഒരിക്കലും ഗവൺമെൻറ് പറയുകയില്ല. ഗവൺമെൻറ് പറയുന്നത് നിങ്ങൾ കുട്ടികൾക്ക് സ്ട്രിക്റ്റായിട്ട് തന്നെ വാല്യുവേഷൻ ചെയ്യാൻ. പിന്നെ കുറേ പേരുടെ സംശയമാണ് ഈ ആൻസർ കീ ടീച്ചേഴ്സുമായ കയ്യിരിക്കുന്ന ആൻസർ കീ അതേപോലെ ആൻസർ എഴുതിയാൽ മാത്രമേ നമുക്ക് ഫുൾ മാർക്ക് കിട്ടുകയുള്ളൂ എന്ന്. അതൊരിക്കലും അല്ല. നമ്മൾ എന്ന് വെച്ചാൽ എക്സ്പീരിയൻസ് ആയ ടീച്ചേഴ്സാണ് എന്തായാലും ആ പേപ്പർ നോക്കുന്നത്. അപ്പോൾ അവർക്കറിയാം എന്തെഴുതിയാൽ ആ കുട്ടിക്ക് മാർക്ക് കൊടുക്കണം, ആ കുട്ടി അറിയാവുന്ന കുട്ടിയാണോ, അല്ലെങ്കിൽ ആ ആൻസർ ബേസ് ചെയ്ത് അവൻ എന്തെങ്കിലും അതിനകത്ത് എഴുതിയിട്ടുണ്ടോ എന്നൊക്കെ മാത്രമേ അവർ ചെക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അവർ മാർക്ക് ഇട്ട് തരും. അപ്പോൾ നിങ്ങളതൊന്നും ഓർത്ത് ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെപ്പോഴും ചിന്തിച്ചാലും നിങ്ങളൊരു 30 മാർക്ക് കിട്ടുമെന്ന് വിചാരിക്കുന്ന ഒരു സബ്ജക്റ്റിൽ നിന്ന് മിക്കവാറും നിങ്ങൾക്കതൊരു 32 33 മാർക്ക്
കിട്ടും. അതാണ് അതിൻ്റെ ഒരു സത്യം എന്ന് പറയുന്നത്. ചില സമയങ്ങളിൽ നമ്മൾ കണ്ടില്ലേ, ഞങ്ങൾ ഫുൾ എ പ്ലസ് ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു, ഞാൻ ഒന്നും എഴുതിയിട്ടില്ലായിരുന്നു, പിന്നെ എനിക്ക് എങ്ങനെ ഫുൾ എ പ്ലസ് കിട്ടി എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് കൂട്ടുകാരെ നിങ്ങളുടെ ചുറ്റുപാട് തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ടീച്ചേഴ്സ്മാരൊക്കെ പാവങ്ങളാണ്, അവർ വലിയ സ്ട്രിക്റ്റായിട്ടൊന്നും വാല്യുവേഷൻ ചെയ്യില്ല എന്ന് കരുതി ഒന്നും എഴുതാതിരുന്നിട്ട് എനിക്ക് മാർക്കിട്ട് തരും എന്നും വിചാരിക്കരുത്. എന്തെങ്കിലുമൊക്കെ നമ്മൾ ആ പേപ്പറിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേപ്പർ കാണുമ്പോൾ തന്നെ നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഫസ്റ്റ് പേപ്പർ നല്ല നീറ്റായിട്ട് നന്നായിട്ട് നമുക്കറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആദ്യം എഴുതുക. നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ, ആക്ടിവിറ്റി നമ്പർ ഒക്കെ ഇട്ടിട്ട് അണ്ടർലൈനൊക്കെ ചെയ്ത് നല്ല ഭംഗിയായിട്ട് ഫസ്റ്റ് പേജൊക്കെ എഴുതുമ്പോൾ നമുക്ക് ടീച്ചർമാർക്ക് തന്നെ ഒരു നമ്മുടെ ഒരു സംതൃപ്തി തോന്നും ആ പേപ്പർ നോക്കാൻ. ആദ്യത്തെ ഇവൻ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്, ഇവൻ എന്തൊക്കെയോ അറിയാം, അവൻ അതിനുവേണ്ടി പരിശ്രമിക്കെങ്കിലും ചെയ്തിട്ടുണ്ട് എന്ന് തോന്നിയിട്ട് അവർ മാർക്ക് കിട്ടത്തില്ല. പിന്നീടുള്ള ഓരോ പേജ് അവർ മറിക്കുമ്പോഴും ആ ഒരു കോൺഫിഡൻസോട് കൂടിയായിരിക്കും ആ പേപ്പർ നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ പേപ്പറിൻ്റെ ഫസ്റ്റ് ഇമ്പ്രഷൻ ഉണ്ടാക്കേണ്ട കടമ നിങ്ങൾക്ക് തന്നെയാണ്. അപ്പോൾ ഇനി എഴുതുന്ന എക്സാമിനെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു. അപ്പോൾ പേപ്പർ വാല്യുവേഷനെ കുറിച്ച് എനിക്ക് ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇനിയും തുടർന്ന് വീഡിയോകൾ ഉണ്ടാകുന്നതാണ്. SSLCയുമായി ബന്ധപ്പെട്ടും അതുപോലുള്ള +1 അഡ്മിഷൻ്റെ കാര്യമുള്ള ഇൻഫർമേഷൻസുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഈ ചാനലിൽ ഒരുപാട് കാര്യങ്ങൾ ഇനി ഈ ചാനലിൽ വരും ദിവസങ്ങളിലുണ്ടാവും, വീഡിയോസ് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, നിങ്ങളുടെ ഡൗട്ടൊക്കെ തീർന്നെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്നായിട്ട് എക്സാം എഴുതൂ, കോൺഫിഡൻസ് ആയിട്ട് എഴുതൂ, വൃത്തിയായിട്ട് എഴുതൂ എന്നൊക്കെ പറയാനുള്ളൂ. നിങ്ങൾക്ക് അറിയാവുന്ന ആൻസേഴ്സ് ആദ്യം എഴുതുക. നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.